മനുഷ്യജീവൻ രക്ഷിക്കുക എന്നതാണ് ഒരു ഡോക്ടറുടെ പരമപ്രധാനമായ ഉത്തരവാദിത്തം. എന്നാൽ ഒരാളുടെ ജീവനെടുക്കാൻ ഒരുങ്ങി പുറപ്പെട്ട കൊല്ലത്തെ വനിതാ ഡോക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ തലക്കെട്ടുകളിൽ ഇടം നേടിയതാണ്. തിരുവനന്തപുരത്ത് വീട്ടിൽ കയറി യുവതിയെ എയർ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഡോക്ടർ ദീപ്തി മോൾ ജോസ്. ആൺസുഹൃത്തിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട ഡോക്ടർ ദീപ്തി പിന്നീട് പോലീസിന്റെ പിടിയിലായി. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ദീപ്തിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ 4 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെയാണ് തെളിവെടുപ്പ് നടപടികൾ നടത്തിയത്. ഷിനിയുടെ ഭർത്താവ് സുജിത്തും ദീപ്തിയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. പിന്നീടുണ്ടായ വിള്ളലാണ് വെടിവയ്പിൽ കലാശിച്ചത്. സുജിത്തിനെ കാണാൻ ദീപ്തി മാലിദ്വീപിൽ പോയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സുജിത്ത് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിനാലാണ് ഷിനിയെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചതെന്ന് ഡോക്ടർ ആദ്യം മൊഴി നൽകിയിരുന്നു. ജൂലൈ 28 രാവിലെ 8:30 പാൽക്കുളങ്ങരയിലെ വീട്ടിലെത്തിയായിരുന്നു ആക്രമണം. ഷിനിയുടെ വീട്ടിലെത്തിയ ദീപ്തി എയർ പിസ്റ്റൾ ഉപയോഗിച്ച് 3 തവണ വെടിയുതിർത്തു. ആക്രമണം ചെറുക്കുന്നതിനിടെ 3ാമത്തെ പെല്ലറ്റ് വലത് കൈവെള്ളയിൽ തുളഞ്ഞു കയറിയാണ് ഷിനിക്ക് പരിക്കേറ്റത്. ഡോക്ടർ ദീപ്തി ഷിനിയുടെ വീട്ടിലെത്താൻ ഉപയോഗിച്ച കാർ ഭർത്താവിന്റെ ആയൂരിലെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഷിനിയെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് ഓൺലൈൻ വഴി വാങ്ങിയതാണെന്ന് ദീപ്തി മൊഴി നൽകിയിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ കാറിന്റെ ദൃശ്യങ്ങളും സൈബർ സെൽ വഴി ലഭിച്ച വിവരങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഡോക്ടർ ദീപ്തി കുടുങ്ങിയത്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം.